ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. അപ്പം ഇന്ന് ഹോളിയാണ്. ഈ ഹോളിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. രുദ്രാണിയുടെ പ്രിപ്പറേഷനാണ്, അവരുടെ സ്റ്റൈലിലാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു നെയ്ച്ചോറ് പോലെ ഒരെണ്ണം. അവൾ പറഞ്ഞത് അതിന് വൈറ്റ് പുലാവെന്നാണ് പറയുന്നതെന്നാണ് പറഞ്ഞത്. അതാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തു. പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൽ കടാ മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഏലക്കായ, പിന്നെ തമാൻ പത്ര, അത് ഇത്ര ഇട്ടു. അത് കഴിഞ്ഞ് 2-3 കുരുമുളകും കൂടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് കുതിർത്ത് വെച്ച അരി അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾ 3 വാട്ടി എന്ന് പറഞ്ഞാൽ 3 കപ്പ് വെള്ളമാണ് വെച്ചത്, 2 കപ്പ് അരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അത് ശരിയായിട്ട് വന്നിട്ട് കാണിക്കാം. ഇനി അടുത്ത ഡിഷുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പനീറിൻ്റെ ബുർജി എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടത്തോരൻ ഉണ്ടാക്കുന്ന പോലെ പനീറിൻ്റെ തോരൻ. അതിന് പനീർ മേടിച്ച് വെച്ചിട്ടുണ്ട്. പനീറിൻ്റെ തോരനും പിന്നെ മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ പനീറിൻ്റെ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ആ പനീറിൻ്റെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പനീറിൻ്റെ ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. സവാള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ 2 ടൊമാറ്റോയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. പനീർ ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പനീർ മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുത്തു. ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ബുർജി ഉണ്ടാക്കാം. പിന്നെ ചേമ്പിലയുടെ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേമ്പില കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ബേസൻ ഇട്ടു. ബേസൻ എന്ന് പറഞ്ഞാൽ എന്താ, കടലമാവിട്ടു. ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ മുളക് പൊടി, പിന്നെ അല്പം അയമോദകവും, പിന്നെ ഇത്തിരി പുളി അല്ലെങ്കിൽ നാരങ്ങ ചേർക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് ചേമ്പ് ചിലപ്പോൾ ചൊറിഞ്ഞെന്ന് വരും. ഇത്തിരി പുളിവെള്ളവും കൂടെ എടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കിയാൽ മതി. ഇന്നത്തെ കുക്ക് ഞാനല്ല, ഇന്നത്തെ കുക്ക് രുദ്രാണിയാണ്. ഞാൻ പറഞ്ഞല്ലോ, രുദ്രാണിയുടെ ഒറിജിൻ രാജസ്ഥാനാണ്. അപ്പോൾ അവർക്ക് ഈ ഹോളി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആഘോഷമാണ്. അതിൻ്റെ കൂടെ ഇവള് മുങ്കെന്ന് പറഞ്ഞാൽ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് അത് കുറച്ചരച്ചു, കുറച്ച് അതേപോലെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബജ്ജി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചേമ്പിലയുടെ ബജ്ജി ഉണ്ടാക്കുമ്പോൾ ഇതിന് ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി പുളിവെള്ളം ഒഴിക്കാം കുഴയ്ക്കുമ്പോൾ. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്ന മാങ്ങയുടെ ഡ്രൈ മാംഗോ പൗഡർ, ആംചൂർ പൗഡർ ഇടാം. ഇതിൽ പുളിവെള്ളത്തിന് വരെ ഇപ്പോൾ ആംചൂർ പൗഡറാണ് ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അയമോദകവും ജീരകമൊക്കെ ചേർക്കണം. ഇതിൽ നമ്മൾ അയമോദകം ചേർത്തിട്ടുണ്ട്. പച്ചമുളക്, ഒരു സവാള കട്ട് ചെയ്തിട്ട്, വലിയ സവാള കട്ട് ചെയ്തത് അതുകൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ പനീറിൻ്റെ ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചു. അതിൽ 2.5 ടേബിൾ സ്പൂണ് എണ്ണയൊഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ടു. അപ്പം കടുകിട്ടു. കടുക് പൊട്ടി വരുന്നു. അതിൻ്റെ കൂടെ ഒരു 4-5 കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഒരു തമാൻ പത്ര ഇട്ടു. 2 പച്ചമുളക് ഒന്ന് ചൂടായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ
നമ്മൾ ഉള്ളി വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് കൊടുത്തു. ഉള്ളി നല്ല ചുമന്ന നിറമാകുന്ന വരെ വഴറ്റിയെടുക്കണം. ഒരുവിധം വഴന്നു വന്നു. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് 1 ടീസ്പൂണ് ധനിയ പൗഡർ എന്ന് വെച്ചാൽ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കാന്താ ലസൂൺ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാന്താ ലസൂൺ മസാല ഇല്ലാത്തവർ സാധാരണ മുളക് പൊടി, അതുപോലെ ഇത്തിരി വേണേൽ ഗരം മസാല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ ഒക്കെ വഴന്നു വന്നു, പൊടിയുടെ പച്ചമണം മാറിക്കിട്ടി. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പനീർ ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പനീറിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഉപ്പ് നോക്കണം. നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി ഇതിന് നമുക്കൊരു അടപ്പ് വെച്ച് ഒരു 2 മിനിറ്റ് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. പനീറിന് അധികം വേവില്ല, ഒരു 2 മിനിറ്റ് വേവിച്ചാൽ അത് റെഡിയായിട്ട് വരും. അപ്പം നമ്മുടെ പനീർ ബുർജി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇനി ബാക്കി ഐറ്റം കൂടെ രുദ്രാണി റെഡിയാക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഹോളി ദിവസത്തിൻ്റെ ലഞ്ചിൻ്റെ തട്ടമാണ് ഈ ഇരിക്കുന്നത്. ഇത് ഈ പനീർ ബുർജിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ചേമ്പില കൊണ്ടുള്ള ബജിയുണ്ട്, മുങ്ങിൻ്റെ ബജ്ജി അവിടെ വറുത്ത് കോരുന്നതേ ഉള്ളൂ. പിന്നെ ചപ്പാത്തിയുണ്ട്, തൈരുണ്ട്, പിന്നെ പുലാവുണ്ട്. പുലാവ് ഞാൻ ഈ പ്ലേറ്റിൽ എടുത്തിട്ടില്ല, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേമ്പില ബജ്ജിയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അതിൽ പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ പുളി അല്ലെങ്കിൽ ആംചൂർ ഇടണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചൊറി. അപ്പം ഇത് നമ്മൾ അവൾ അതിന് വൈറ്റ് പുലാവ് എന്നാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗീ റൈസ് എന്ന് പറയാം. പിന്നെ ഇത് പൊറോട്ട എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പൊറോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനിയും മുങ് ബജ്ജി കൂടെ വരാനുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വേറൊരു പ്രാവശ്യം നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. ഈ ചേമ്പിലെ ബജ്ജിയുടെയും മുങ് ബജ്ജിയുടെയും സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളി ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. Napoleon.